പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ആശയവിനിമയത്തിന്റെ ചരിത്രം വായിക്കുകയാണ്. നിങ്ങളുടെ മുൻപിലുള്ള വെളുത്ത കടലാസിൽ കറുത്ത നിറത്തിലുള്ള അക്ഷരങ്ങൾ. ഇതുകൂടാതെ വേറെയും ഏറെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ ചരിത്രത്തിലെ വലിയൊരു അത്ഭുതമാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ര വിശ്വാസം വരികയില്ല. ചില കാര്യങ്ങൾ കാലക്രമത്തിൽ വളരെ ലളിതമായി തോന്നും, അവയുടെ വിസ്മയം പോയി മറയും. എന്നാൽ 500 വർഷം മുമ്പ് അച്ചടി സൃഷ്ടിച്ചത് വലിയൊരു വിപ്ലവം തന്നെയായിരുന്നു. അതിനു മുമ്പ് അച്ചടിക്കേണ്ടതെല്ലാം വലിയ തടിക്കഷ്ണങ്ങളിൽ കൈകൊണ്ട് കോറിയുണ്ടാക്കണം. അക്ഷരങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ ദിവസങ്ങളോളം പണിപ്പെട്ടാണ് മരത്തിൽ വരച്ചുണ്ടാക്കുക. ഈ തടിക്കഷ്ണങ്ങളിൽ മഷി പുരട്ടി കടലാസിലോ തുണിയിലോ തോൽക്കടലാസിലോ മുദ്ര വെച്ചെടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ 15ാം നൂറ്റാണ്ടിൽ അച്ചടിച്ചെടുക്കുകയുണ്ടായി. എന്നാൽ ഇത് എത്ര ശ്രമകരമായ ജോലിയാണ് എന്ന് മാത്രമല്ല, ഒരു മരക്കഷ്ണത്തിൽ കോറിയുണ്ടാക്കുന്ന ഒരക്ഷരം പോലും മറ്റൊരു പുസ്തകത്തിനായി ഉപയോഗിക്കാൻ കഴിയുകയുമില്ല. അക്കാലത്ത് ഗുട്ടൻബർഗ് എന്നു പേരായ ഒരു സ്വർണ്ണപ്പണിക്കാരൻ ജർമ്മനിയിലെ മെയിൻസ് നഗരത്തിൽ ജീവിച്ചിരുന്നു. സ്വർണ്ണപ്പണിയുടെ സൂക്ഷ്മതയിൽ നിന്നാണ് അക്ഷരങ്ങളുടെ ചെറിയ ബ്ലോക്കുകൾ ഉണ്ടാക്കുക എന്ന ആശയം ഗുട്ടൻബർഗിന് ലഭിക്കുന്നത്. തിരിച്ചും മറിച്ചും പല രീതിയിൽ വിന്യസിക്കാവുന്ന അക്ഷരങ്ങളുടെ ചെറിയ അച്ചുകൾക്ക്, മോഡലുകൾക്ക് ഗുട്ടൻബർഗ് രൂപം നൽകി. സത്യം പറഞ്ഞാൽ അക്ഷരങ്ങളുടെ ഇത്തരം ബ്ലോക്കുകൾ ആദ്യം ഉണ്ടാക്കിയത് ഇതിനും 400 വർഷം മുമ്പ് ചൈനക്കാരാണ്. എന്നാൽ 400-ലേറെ അക്ഷരങ്ങളുണ്ട് ചൈനീസ് ഭാഷയ്ക്ക്. ഇവയ്ക്കെല്ലാം മോഡലുകൾ ഉണ്ടാക്കി വലഞ്ഞ ചൈനക്കാർ ഈ ശ്രമം അന്നേ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അച്ഛന്റെ നാണയ മുദ്രാലയത്തിൽ ജോലി എടുത്തിരുന്ന ഗുട്ടൻബർഗ് 1444-ൽ സ്വന്തമായൊരു മുദ്രാലയം സ്ഥാപിച്ചു. തന്റെ അച്ചടി മുദ്ര കൊണ്ട് അദ്ദേഹം ആദ്യം അച്ചടിച്ചത് 42 വരിയുള്ള ഒരു ബൈബിളാണ്. 1455-ൽ 42 വരി ബൈബിൾ എന്നാണ് ഇത് പിന്നീട് അറിയപ്പെട്ടത്. 21 വർഷം കൊണ്ട് ബുഡാപെസ്റ്റ്, ലിസ്ബൺ, ലണ്ടൻ എന്നീ നഗരങ്ങളിലെല്ലാം അച്ചടി വിദ്യ വ്യാപിച്ചു. അച്ചടിച്ച പുസ്തകങ്ങൾ പോലും കയ്യെഴുത്തിനോട് സാമ്യം പുലർത്തണം എന്നതായിരുന്നു അക്കാലത്തെ തോന്നൽ. ഈ സാമ്യം സൃഷ്ടിക്കാൻ ആദ്യത്തെ ബൈബിളിൽ കൈകൊണ്ട് നിറം പിടിപ്പിച്ച് ആകർഷകമാക്കുകയും ചെയ്തു. അച്ചടിയെ ഒരു വിപ്ലവമെന്ന് നാം വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ലോകത്തിൽ ആദ്യമായി വൻതോതിൽ ഉൽപാദനമുള്ള വ്യവസായമായി വളർന്നത് അച്ചടിയാണ്. അതോടെ പുസ്തകങ്ങൾ ആയിരക്കണക്കിന്, പിന്നീട് കോടിക്കണക്കിന് ആളുകളുടെ കൈകളിലെത്തി. ഗുട്ടൻബർഗിന്റെ കാലം വരെയുള്ള മനുഷ്യവിജ്ഞാനം 10, 20, 1000 പുസ്തകങ്ങളിൽ ഒതുങ്ങിയിരുന്നുവെങ്കിൽ 15ാം നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് 90 ലക്ഷത്തോളം അച്ചടി പുസ്തകങ്ങൾ ലോകത്ത് വ്യാപിച്ചു. അന്ന് വരെ ലോകത്തെ അറിവിന്റെ കുത്തകാവകാശം വളരെ കുറച്ചു പേർ കൈയടക്കി വച്ചിരുന്നു. ഈ അറിവ് ഉപയോഗിച്ച് അവർ നിരക്ഷരരും ദരിദ്രരുമായ ബഹുഭൂരിപക്ഷത്തെയും ഭരിച്ചു. എന്നാൽ അച്ചടിച്ച പുസ്തകങ്ങളിലൂടെ അറിവ് എല്ലാവർക്കും ലഭ്യമായതോടെ ഈ കുത്തക തകർന്നു. ലോക ചരിത്രത്തിന്റെ ഗതിയെ ഇത് നിർണായകമായി സ്വാധീനിച്ചു. വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാമായിരുന്ന ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളിലാണ് ചിന്തകരും ദർശകരും പുസ്തകങ്ങൾ രചിച്ചത്. എന്നാൽ ഈ ആശയങ്ങൾ പാശ്ചാത്യ നാടുകളിലേക്ക് പരന്നൊഴുകുകയും ലോകമാകെ നവോത്ഥാനത്തിന്റെ പുതിയ വെളിച്ചം പടരുകയും ചെയ്തു. എങ്കിലും അറിവിന്റെയും ചിന്തയുടെയും കുത്തകാവകാശം അപ്പോഴും മതസ്ഥാപനങ്ങൾക്കും മതമേധാവികൾക്കും തന്നെയായിരുന്നു. ആദ്യം അച്ചടിച്ച പുസ്തകം ബൈബിളായിരുന്നു എന്നതുപോലെ തന്നെ ലോകത്തെ ആദ്യത്തെ ബെസ്റ്റ് സെല്ലർ തോമസ് കെയ്ൻസിന്റെ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നതും ഒരു മതഗ്രന്ഥമായിരുന്നു. 1473-ൽ പ്രകാശിതമായ ഈ പുസ്തകത്തിന് ആ നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ഫ്രഞ്ച്, ഇറ്റാലിയൻ പരിഭാഷകളും 99 എഡിഷനുകളും ഉണ്ടായി.
ഇന്നും ഇതൊരു ബെസ്റ്റ് സെല്ലർ തന്നെ. എന്നാൽ അച്ചടിയുടെ സാധ്യത കണ്ടറിഞ്ഞ മറ്റ് പ്രസാധകർ മതഗ്രന്ഥങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ആദ്യ ഇംഗ്ലീഷ് പ്രിന്ററായ വില്യം കാക്സ്റ്റൺ കവിതകളും പ്രേമകഥകളും ഈസോപ്പിന്റെ ഗുണപാഠ കഥകളും ചരിത്രവും വിദ്യാഭ്യാസവും എല്ലാം അടങ്ങുന്ന 90ഓളം പുസ്തകങ്ങൾ അച്ചടിച്ചു. വിദ്യാഭ്യാസത്തിന് സഹായകരമായതോടെ പുസ്തകങ്ങൾക്ക് ആവശ്യക്കാർ കൂടി. സാക്ഷരത വർദ്ധിപ്പിക്കുന്നതിലും ഇത് നിർണായകമായ പങ്ക് വഹിച്ചു. മനുഷ്യ ചരിത്രം നോക്കിയാൽ രസകരമായ ചില കാര്യങ്ങൾ കാണാം. ഏതു മഹത്തായ കണ്ടുപിടുത്തത്തെയും അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിനായാണ് ആദ്യം ഉപയോഗിക്കുക. അച്ചടിയുടെ കാര്യവും അങ്ങനെ തന്നെ. 1525 ജർമ്മൻ ഭാഷയിൽ ഇറങ്ങിയ 498 പുസ്തകങ്ങളിൽ 415 എണ്ണവും മതപരമായ തർക്കങ്ങളുടേതായിരുന്നു. മതപരമല്ലാത്ത പുസ്തകങ്ങൾ വെറും 80 എണ്ണം മാത്രം. തുടക്കം മുതലേ അച്ചടിയെ നിയന്ത്രിക്കാൻ മതസ്ഥാപനങ്ങളും ഭരണകൂടവും ശ്രമിച്ചതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്നാൽ അച്ചടിയിലൂടെ പ്രാദേശിക ഭാഷകളും വികസിച്ചു. 1500 വരെ പ്രസിദ്ധീകൃതമായ പുസ്തകങ്ങളിൽ 3/4 പങ്കും ലാറ്റിൻ ഭാഷയിലായിരുന്നു. എന്നാൽ അച്ചടിയുടെ പ്രചാരം ലാറ്റിൻ ഭാഷയുടെ പ്രചാരം കുറച്ചു. ലോകമെമ്പാടും ആയിരക്കണക്കിന് പ്രാദേശിക ഭാഷകൾ വളർന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ അച്ചടിക്കുന്ന 2ാമത്തെ രാജ്യമായി ഇന്ത്യ വളർന്നിരിക്കുന്നു. ഏറ്റവും സാധാരണക്കാർക്ക് പോലും പുസ്തകങ്ങൾ ലഭ്യമാണ്. അറിവിന്റെ ഒഴുക്കിനെ ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. അറിവ് വലിയൊരായുധമാണ്. അറിവ് അധികാരവുമാണ്. അതുകൊണ്ടാണ് പ്രശസ്ത നാടകകൃത്ത് ബർത്തോൾട്ട് ബ്രെഹ്ത് പറഞ്ഞത്, വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, അതൊരു ആയുധമാണ്.